ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ആരും ഡൗട്ട് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. എല്ലാവരും അറ്റൻഡ് ചെയ്തതായിട്ട് കണ്ടു. ഒരു 3-4 പേര് ആബ്സെൻ്റ് ആണ്, എന്നാലും ഒരുവിധം എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അറിയിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി. ഈ 3 ടേമും എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കോസ്റ്റിംഗ് എന്തായിരിക്കും? കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദി ടെക്നിക്ക്, പ്രോസസ്സ് ഓർ മെത്തേഡ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന മെത്തേഡ്, പ്രൊസീജിയേഴ്സ്, ടെക്നിക്സ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്തായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ട് ചെയ്യുന്ന പ്രോസസ്സുകളെയാണ് എന്ത് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അതായത് പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, റിപ്പോർട്ട്സ്, ഓക്കെ, അതായത് സ്റ്റേറ്റ്മെൻറ്റുകൾ, റിപ്പോർട്ടുകൾ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ്, പ്രൊസീജിയേഴ്സ് ആണ് ഇതിൽ വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അപ്പോൾ കോസ്റ്റിങ്ങിൽ വരുന്നത് എന്താണ്? കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ടെക്നിക്സുകൾ, പ്രോസസ്സുകൾ, മെത്തേഡ്സുകളൊക്കെയാണ് കോസ്റ്റിങ്ങിൽ വരുന്നത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് അക്കൗണ്ട് ചെയ്യുന്നതിന്, അക്കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, റിപ്പോർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇതിൽ വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും കോസ്റ്റിങ്ങിലും വരുന്ന വിവിധ ടെക്നിക്സുകൾ, മെത്തേഡ്സുകൾ, പ്രൊസീജിയേഴ്സ്, പ്രോസസ്സുകൾ, ഇതൊക്കെ ശാസ്ത്രീയമായി അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഇതിൽ വരുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് 3 ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. നോക്കൂ. ഫസ്റ്റ് കോസ്റ്റിംഗ്. Costing simply means finding out the cost of product or service by any method or technique. ആണോ? ഒരു സർവീസിൽ വരുന്ന അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൽ വരുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന മെത്തേഡ്, ടെക്നിക്സ് ഒക്കെയാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. CIMA ലണ്ടൻ ഡിഫൈൻസ് കോസ്റ്റിംഗ് ആസ്, ഒരു ഡെഫിനിഷനാണ്, ദി ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദി കോസ്റ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന പ്രോസസ്സ്, ടെക്നിക് ആണ് കോസ്റ്റിംഗ്. ദസ് കോസ്റ്റിംഗ് ഈസ് ദി പ്രൊസീജിയർ ടു മെഷർ ദി കോസ്റ്റ്. കോസ്റ്റ് മെഷർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ കോസ്റ്റിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. കോസ്റ്റ് അക്കൗണ്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതായത് ഇറ്റ് ഈസ് ദി അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ഫോർ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് ഫോർ ദി പർപ്പസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, റിപ്പോർട്ട്സുകൾ ഒക്കെയാണ് ഏതിൽ വരുന്നത്? ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഇനി ഡെഫിനിഷൻ നോക്കൂ. അക്കോർഡിംഗ് ടു ദി ലേറ്റസ്റ്റ് ടെർമിനോളജി പബ്ലിഷ്ഡ് ബൈ CIMA, നോക്കൂ, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദി പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പാർട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ് ഇവരുടെ അഭിപ്രായത്തിൽ പറയുന്നത്. നോക്കൂ, വിച്ച് എസ്റ്റാബ്ലിഷസ് ബഡ്ജറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ബഡ്ജറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ്, പ്രോസസ്സസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ പ്രോഡക്ട്സ്.
ഒരു പ്രോഡക്റ്റിൽ വരുന്ന, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന, ഒരു പ്രോസസ്സിൽ വരുന്ന, ഒരു ഓപ്പറേഷനിൽ വരുന്ന ആക്ച്വൽ കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ദി അനാലിസിസ് ഓഫ് വേരിയൻസസ്, പ്രോഫിറ്റബിലിറ്റി ഓർ സോഷ്യൽ യൂസ് ഓഫ് ഫണ്ട്സ്. അതുകൂടാതെ എന്ത് ചെയ്യുക, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റിൽ വരുന്ന വേരിയൻസ്, ഇപ്പോൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്തിട്ടുള്ളത്, അത് എന്തുകൊണ്ട് ഇൻക്രീസ് ചെയ്തു, എന്തുകൊണ്ട് ഡിക്രീസ് ചെയ്തു എന്നുള്ളത് അനലൈസ് ചെയ്യുക. പിന്നെ പ്രോഫിറ്റബിലിറ്റി, പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്നുള്ളത്. നമ്മൾ ഈ കോസ്റ്റ് യൂസ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്നുള്ളത് അനലൈസ് ചെയ്യുക. അതുപോലെ സോഷ്യൽ യൂസ് ഓഫ് ഫണ്ട്സ്. സോഷ്യൽ യൂസ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടത് മാത്രം യൂസ് ചെയ്യുക, അനാവശ്യമായിട്ട് കോസ്റ്റ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ മിനിമം കോസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ എത്രത്തോളം മാക്സിമം നമുക്ക് എത്രത്തോളം കോസ്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി ഒക്കെ കോസ്റ്റ് അനലൈസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ് ആര് പറയുന്നത്, ICMA ലണ്ടൻ പറയുന്നത് അവരുടെ അഭിപ്രായത്തിൽ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഒന്ന് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പാർട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. വിച്ച് എസ്റ്റാബ്ലിഷസ്, ഇതിൽ വരുന്നത് എന്തൊക്കെയാണ്, ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, അത് ബഡ്ജറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിപ്പറേഷൻ, അതുപോലെ ആക്ച്വൽ കോസ്റ്റ്, ഏതിലൊക്കെ വരുന്ന ഓപ്പറേഷൻസ്, പ്രോസസ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്, പ്രോഡക്ട്സ്, സർവീസ്, ഇങ്ങനെ വരുന്നതിലൊക്കെ ഓരോ ഇതിലും വരുന്ന കോസ്റ്റ് എത്രയെന്നുള്ളത്, ആക്ച്വൽ കോസ്റ്റ് യഥാർത്ഥത്തിൽ വന്നിട്ടുള്ള കോസ്റ്റ് എത്രയെന്നുള്ളത് കണ്ടെത്തുക. ഇത് ബഡ്ജറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ആ ഒരു പ്രോസസ്സിൽ വരുന്ന അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിന് വരുന്ന കോസ്റ്റ് എത്രയെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബഡ്ജറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ. അപ്പോൾ മുൻകൂട്ടി അത് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിന് വരുന്ന കോസ്റ്റ് എത്രയെന്നുള്ളത് മുൻകൂട്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ആക്ച്വലി ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു സർവീസിന് വന്നിട്ടുള്ള കോസ്റ്റ് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുക. പിന്നെ എന്താണ്, ഓരോ കോസ്റ്റും അനലൈസ് ചെയ്യുക, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അതിൽ പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്നുള്ളത്, നമ്മളെങ്ങനെയാണ് അത് യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ആണ് അതിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇത്രയും പ്രോസസ്സാണ് ഏതിൽ വരുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. Okay, thus cost accounting may be defined as formal accounting system set up for recording, analyzing and estimating cost. കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന്, അനലൈസ് ചെയ്യുന്നതിന്, റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഏത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഷോർട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ ഫോർമൽ സിസ്റ്റം ഓഫ് റെക്കോർഡിങ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് എങ്ങനെ പറയാം, കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫോർമൽ സിസ്റ്റം ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ഡിഫറൻസ് ആണ് പറയാൻ പോണത്. ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഫസ്റ്റ് നോക്കിയപ്പോൾ കോസ്റ്റിങ്ങിൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്, കോസ്റ്റിങ്ങിൽ വരുന്നത്. എന്നാൽ ഇതിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ്, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതാണ് ഇതിൽ വരുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. സെക്കൻഡ് നോക്കി നോക്കൂ, ഇറ്റ് ഹാസ് നാരോ കൺസെപ്റ്റ്. ഒരു ചെറിയ കൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്നത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡഡ് ഓൺലി കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്. കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് മാത്രമാണ് ഇതിൽ വരുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നോക്കി നോക്കൂ, ഇറ്റ് ഹാസ് ബ്രോഡർ സ്കോപ്പ്. ബ്രോഡർ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വൈഡ് സ്കോപ്പാണുള്ളത്, വലിയൊരു കൺസെപ്റ്റാണ്. ഇൻക്ലൂഡ്സ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ആൻഡ് കോസ്റ്റ് റെക്കോർഡിങ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയും കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സ് ഏതിൽ ഇൻക്ലൂഡഡ് ആണ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ്, ഇറ്റ് ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻസസ് അക്കോർഡിംഗ് ടു കോസ്റ്റ് എലമെൻറ്റ്സ്. കോസ്റ്റ് എലമെൻസിൻ്റെ ബേസിൽ എക്സ്പെൻസുകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഇതിൽ, കോസ്റ്റിങ്ങിൽ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നോക്കി നോക്കൂ, ഇറ്റ് ഇൻവോൾവ്സ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഇൻഫർമേഷൻസ്.
പ്രോപ്പർ ഇൻഫർമേഷൻസ് മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ കോസ്റ്റും അനലൈസ് ചെയ്യുന്നതാണ് ഏതിൽ വരുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് ഡൺ ബൈ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. കോസ്റ്റിംഗ് ചെയ്യുന്നത് ആരാണ്, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് ആരാണ്, ഇറ്റ് ഈസ് ഡൺ ബൈ കോസ്റ്റ് ക്ലർക്സ്. കോസ്റ്റ് ക്ലർക്കുമാരാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് കോസ്റ്റ് അക്കൗണ്ടൻസി. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണെന്നുള്ളത് നോക്കി നോക്കൂ. ICMA ലണ്ടൻ ഡിഫൈൻസ് കോസ്റ്റ്, ICMA അല്ല CIMA ലണ്ടൻ ഡിഫൈൻസ് കോസ്റ്റ് അക്കൗണ്ടൻസി ആസ്, ICMAൻ്റെ ഡെഫിനിഷൻസും ഉണ്ടാവാറുണ്ട് കേട്ടോ ചിലതിൽ. ഇതിൽ CIMA ലണ്ടനാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. മുന്നൊക്കെ ICMA ലണ്ടൻ ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, CIMA ലണ്ടൻ ഡിഫൈൻസ് കോസ്റ്റ് അക്കൗണ്ടൻസി ആസ് ദി ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് to the science, art and practice of cost control and the ascertainment of profitability, as well as presentation of information for the purpose of managerial decision making. അപ്പോൾ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി, മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ്, ടെക്നിക്സുകളൊക്കെ ശാസ്ത്രീയമായി കലാപരമായി കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കോസ്റ്റ് അസേർട്ടൈൻമെൻറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അസേർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടൻസി. ഓക്കെ, according to this definition, the term cost accountancy includes costing, cost accounting, budgetary control, cost control and cost audit. ഈ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ ഇൻക്ലൂഡഡ് ആണ് ഏതൊക്കെ, കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് ബഡ്ജറ്ററി കൺട്രോൾ, കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. ഇതൊക്കെ എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ മൂന്നെണ്ണം, ബഡ്ജറ്ററി കൺട്രോൾ, കോസ്റ്റ് ഓഡിറ്റ്, ഇതൊക്കെ നമുക്കിനി പഠിക്കാൻ വരുന്ന ഓരോ ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇതിൽ, കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ. ഓക്കെ, അപ്പോൾ ഈ 3 ടേമും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.